നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. വിമാനത്തിലെ ശുചിമുറിയിൽ പുകവലിച്ച മലയാളി യുവാവിനെ ജീവനക്കാർ പിടികൂടി പോലീസിന് കൈമാറി. ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് സംഭവം. കൊല്ലം പള്ളിമൺ സ്വദേശിയായ യുവാവിനെയാണ് പിടികൂടിയത്. ഒളിപ്പിച്ചു കടത്തിയ ലൈറ്റർ ഉപയോഗിച്ചാണ് സിഗരറ്റ് കത്തിച്ചത്. ശുചിമുറിയിൽ പുക ഉയർന്നതോടെ വിമാനത്തിലെ അപായമണി മുഴങ്ങുകയായിരുന്നു. വലിയതുറ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളെ ജാമ്യത്തിൽ വിട്ടു. വിവിധ നിയമലംഘനങ്ങൾ നടത്തിയവരും പിടികിട്ടാപ്പുള്ളികളുമായ 178 പേരെ കുവൈറ്റിൽ അറസ്റ്റ് ചെയ്തു. നിയമം നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയില്ലെന്നും നിയമലംഘകരായ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കുമെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രാലയം വീണ്ടും വ്യക്തമാക്കി. അനുവദിക്കപ്പെട്ട വേഗതയിലും കുറിച്ച് എമിറേറ്റിൽ വാഹനം ഓടിച്ചാൽ 400 ദിർഹം പിഴ ഈടാക്കുമെന്ന് ദുബായ് പോലീസിലെ ട്രാഫിക് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ആക്ടിംഗ് ഡയറക്ടർ ബ്രിഗേഡിയർ ജുമാ സലേം ബിൻ സുവൈദാന്റെ മുന്നറിയിപ്പ്. പുറകിൽ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് വഴി കൊടുത്തില്ലെങ്കിലും പിഴ ബാധകമായിരിക്കും. അനുവദനീയ വേഗതയിലും കുറഞ്ഞു പോകുന്ന വാഹനങ്ങൾ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രവാസി മലയാളി വനിതയെ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എറണാകുളം ആലുവ സ്വദേശിനിയായ സോഫിയ മനോജിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 59 വയസ്സായിരുന്നു. ഷാർജ ഇന്ത്യൻ സ്കൂൾ ജീവനക്കാരിയാണ്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് വിവരം. മൃതദേഹം പിന്നീട് നാട്ടിലെത്തിച്ച് സംസ്കരിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പെരുമ്പാവൂർ സ്വദേശി മരിച്ചു. വെങ്ങോല അലഞ്ഞിക്കാട്ടിൽ അബൂബക്കറിന്റെ മകൻ ഷമീറാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. ജൂലൈ 17 ദമാം റിയാദ് ഹൈവേയിൽ ദമാം ചെക്ക് പോയിന്റ് അടുത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കെ ഷമീറിന് മസ്തിഷ്കാഘാതം സംഭവിക്കുകയും ഷമീർ ഓടിച്ച ട്രെയിലർ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുകയുമായിരുന്നു. ശേഷം അബോധാവസ്ഥയിലായ ഇദ്ദേഹം ദമാം സൗദി ജർമ്മൻ ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത്. ഖത്തറിലെ പരിസ്ഥിതി സൗഹൃദ പ്രദേശങ്ങളിലേക്ക് പോകുന്നവർക്ക് മാർഗനിർദ്ദേശവുമായി പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം. റൗദിയിൽ നിന്ന് അൽ ജുമൈലയിലേക്ക് ഹരിതാപ മേഖലയ്ക്ക് മുകളിലൂടെ വാഹനം ഓടിച്ചതിന് വാഹനം അധികൃതർ കണ്ടെത്തുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതായി മന്ത്രാലയം വ്യക്തമാക്കി. കുവൈത്തിൽ മരുന്നുകളുടെ വില വലിയ തോതിൽ കുറച്ചു. 544 മരുന്നുകൾക്കും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്കും 78.5% വരെ വില കുറച്ചു. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്ന വിധത്തിൽ പുതിയ മന്ത്രാലയ ഉത്തരവുകൾ ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി പുറപ്പെടുവിച്ചു. സൗദിയിൽ മുനിസിപ്പാലിറ്റി ഭവന മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം പ്രവർത്തന സ്വഭാവമനുസരിച്ച് ഇനി വർക്ക്ഷോപ്പുകൾക്കും കേന്ദ്രങ്ങൾക്കും സ്ഥാപനങ്ങളെയും എ മുതൽ ഇ വരെ അക്ഷരമാല ക്രമത്തിൽ 5 പ്രധാന വിഭാഗങ്ങളായി തരംതിരിച്ചു. എല്ലാത്തരം വാഹന അറ്റകുറ്റപ്പണി കടകൾക്കും ടയർ ബാറ്ററി സ്റ്റോറുകൾക്കും വാഹന പരിചരണ കടകൾക്കും മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലുള്ള ഈ ആവശ്യകതകൾ ബാധകമാക്കിയിട്ടുണ്ട്. മലയാളികൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന മേഖല കൂടിയാണിത്. കഴിഞ്ഞ 3 മാസത്തിനിടെ ദുബായ് കസ്റ്റംസ് പിടികൂടിയത് 35 ടൺ അനധികൃത ഉൽപ്പന്നങ്ങൾ. എയർ കാർഗോ വഴി അനധികൃതമായി കടത്താൻ ശ്രമിച്ച ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. 1.2 കോടി സിഗരറ്റുകൾ, 67 ലക്ഷം വ്യാജ സിഗരറ്റുകൾ, 37,110 ടൺ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, അംഗീകാരമില്ലാത്ത 3,632 ഇലക്ട്രോണിക് ഘടകങ്ങൾ, ആഗോള ബ്രാൻഡുകളുടെ 10,520 വ്യാജ പതിപ്പുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. 100 റിയാൽ നോട്ടുകൾ പുറത്തിറക്കുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ തള്ളി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്നും അധികൃതർ വ്യക്തമാക്കി. നിലവിൽ പ്രചാരത്തിലുള്ള സാധുവായ ബാങ്ക് നോട്ടുകൾ 100 പൈസ, 500 പൈസ, 1 റിയാൽ, 5 റിയാൽ, 10 റിയാൽ, 20 റിയാൽ, 50 റിയാൽ എന്നിവ മാത്രമാണെന്നും CBO അറിയിച്ചു. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.